മക്കളെ മക്കളെ, ആഹാ ഇവരൊക്കെ എവിടെ പോയി കിടക്കാ? എത്ര നേരമുണ്ട് വിളിക്കുന്നത്? തങ്കമണി തങ്കമണി, നീ എവിടെയാ? ആ ചേട്ടാ, ഞാൻ ഇപ്പോഴല്ലേ അങ്ങോട്ട് പോയത്. എന്താ ചേട്ടാ? മക്കളൊക്കെ എന്തേടി? അച്ഛാ, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അച്ഛാ. ബാക്കിയുള്ളവരുടെ അമ്മു പിങ്കിമോളെവിടെ? അവർ രണ്ടുപേരും റൂമിൽ ഇരുന്ന് ഫോൺ കാണുന്നുണ്ട്. ആഹാ, പുതിയ ടാബ് കൊണ്ടുവന്നത് ഇപ്പൊ കെണിയായല്ലോ. അച്ഛാ, എന്താ അച്ഛന്റെ കയ്യില്? ഇതെന്താ അമ്മയുടെ പുതിയ വേഷം? ശരിയാണല്ലോ, അമ്മ ആളാകെ മാറിപ്പോയല്ലോ. അമ്മയുടെ കൈത്തിലൊരു മാല. ഇത്ര നാളില്ലാത്ത മാല എവിടുന്ന അമ്മേ? നിങ്ങളെന്താ വിചാരിച്ചേ? അച്ഛൻ കൊണ്ടുവന്നതാ. ഓഹോ, അമ്മക്ക് കോളടിച്ചില്ല അച്ഛാ. അച്ഛാ, അപ്പൊ ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലേ? അച്ഛാ, അപ്പൊ എനിക്കൊന്നും കൊണ്ടുവന്നില്ല അച്ഛാ. എന്താ അച്ഛാ, അമ്മക്ക് മാത്രം മാലയുള്ളൂ, എനിക്കില്ലേ മാല? മോളെ, അമ്മക്ക് മാത്രം മാലേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ വേറെ കുറെ സാധനങ്ങളുണ്ട്. മാലക്ക് ഒരുപാട് പൈസ ആവൂലേ? അപ്പൊ ഒരെണ്ണല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് വാങ്ങിയത്. നിങ്ങൾ 3 പേർക്കും കൂടി ഒരെണ്ണം വാങ്ങിച്ചാൽ നിങ്ങൾ എല്ലാവരും ഇടി കൂടൂലേ? അതുകൊണ്ട് അച്ഛൻ നിങ്ങൾക്ക് 3 പേർക്കും വേറെ കുറെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അമ്മക്ക് മാല മാത്രമേ ഉള്ളൂ. അമ്മക്ക് മാല മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സമാധാനായി. അച്ഛാ, ഞങ്ങൾക്ക് എന്താ അച്ഛാ കൊണ്ടുവന്നേക്കണത്? അത് ശരി അച്ഛാ, വേറെന്താ അച്ഛാ കൊണ്ടുവന്നേക്കണത്? മാല മാത്രമേ ഉള്ളൂ, പിന്നെ ഞങ്ങൾക്ക് എന്താ സ്പെഷ്യല്? വേഗം പറ അച്ഛാ, ഞങ്ങള് ആഗ്രഹിച്ചിരിക്കാറുണ്ട് അച്ഛൻ എന്താ കൊണ്ടുവന്നേക്കണേന്ന് കാണാൻ വേണ്ടിട്ട്. ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അച്ഛാ അത്? വളരെ പ്രധാനപ്പെട്ട സാധനം. എന്തായിരിക്കുന്നാലും ചിലപ്പേ അച്ഛൻ എനിക്ക് ഭയങ്കര എന്തെങ്കിലും ഒരു സമ്മാനം തരാനായിരിക്കും. ചിലപ്പോ ഫോണായിരിക്കും. മക്കളെ, നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താ? അത് ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് പോടി, ഏറ്റവും വിലപ്പെട്ടത് സ്വർണ്ണമൊന്നുമല്ല, കാറായിരിക്കും അച്ഛാ. അല്ലേ? BMW കാറല്ലേ അച്ഛാ? ഇതെന്താ അച്ഛാ ക്വസ്റ്റ്യൻ ചോദിക്കണ മത്സരോ? ആട്ടെ, നിങ്ങൾക്ക് 3 പേർക്കും അറിയില്ല അല്ലേ അതിന് ഉത്തരം? പിന്നെന്താ അച്ഛാ, പറ. അതാണ് സമയം. ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് അറിയോ മക്കൾക്ക്? സമയമാണ്. എന്റെ പിങ്കി, നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കുന്നതല്ല ഈ പറഞ്ഞത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതും നമ്മുടെ സമയമാണ്. ആ സമയം നമ്മൾ ശരിക്കും വിനിയോഗിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇത് എന്റെ കയ്യിലൊരു ടൈം പീസ് ഉണ്ട്. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ മടിയുള്ള ആൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്. നിങ്ങളിൽ ഈ 3 പേരിലും ആർക്ക് ഏറ്റവും മടിയുള്ളത് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ? ഞാനല്ല ഏറ്റവും വൈകി എണീക്കുന്ന ആള്. നീയാ. നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചാലും നീ ഒന്ന് എണീക്കാ, ഞാൻ വേഗം എണീക്കും. അച്ഛാ, ഈ പിങ്കി മോളാണ് ഭയങ്കരമായിട്ട് വൈകി എണീക്കുന്ന ആള്. ഞാൻ നേരത്തെ എണീക്കും അച്ഛാ. അമ്മ എത്ര പ്രാവശ്യം വിളിച്ചാലേ പിങ്കി ഒന്ന് എണീക്കാന്നറിയോ? ശരി ശരി, ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇടി വിടണ്ട. നിങ്ങൾ 3 പേര് ഒരു റൂമിലല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് ഈ 3 പേർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. ആ റൂമിൽ ഞാൻ വച്ചേക്കാം. അപ്പൊ ടൈം സെറ്റ് ചെയ്ത് സ്കൂളിൽ പോണ നേരത്തെ എണീക്കണം 3 പേരും, കേട്ടോ? ഉറക്കത്തിൽ എണീക്കുന്ന കാര്യം തന്നെ ആലോചിക്കുമ്പോ പറ്റണില്ല. അപ്പൊ ഈ ടൈം പീസിന്റെ അലാറം കൂടി കേൾക്കുമ്പോ എനിക്ക് ടൈം പീസ് ഒന്നും വേണ്ട അച്ഛാ. ഞാൻ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ എണീക്കും. ഞാൻ വെളുപ്പിനൊക്കെ എണീറ്റിരുന്ന് പഠിക്കണേന്ന് അമ്മേനോട് ചോദിച്ചു നോക്കിക്കോ അച്ഛൻ, സത്യമല്ലേന്ന്. നിങ്ങൾ 3 പേരും നല്ല കുട്ടികളാണ്, അതിൽ യാതൊരു സംശയവും എനിക്കില്ല. അമ്മ പറയാറുണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുമെന്നും പറയാറുണ്ട്. അതൊന്നുമല്ല, നിങ്ങൾക്ക് നേരത്തെ പോകണ്ടേ സ്കൂളിൽ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു സാധനം കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ടൈം വെച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പേടിക്കണ്ട. ആരും വിളിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നേരത്തെ എണീക്കാലോ. വേറെ കൊണ്ടുവന്നിട്ടുണ്ട് മക്കളെ, നിങ്ങൾ പേടിക്കണ എന്തിനാ? ഞാൻ കൊണ്ടുവരാം. മക്കൾക്കൊക്കെ ഇഷ്ടമായോ? എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ റൂമിൽ ഉണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പേടിച്ചിരിക്കാറുണ്ട്. എന്റെ ഫ്രണ്ട്സിന് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്തായാലും സന്തോഷമായി അച്ഛാ. അതെ അച്ഛാ, എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കും ഞാൻ കൊണ്ടുവന്നത്. എത്ര തവണ എന്നോട് പറഞ്ഞവര് അച്ഛൻ വരുമ്പോ ഞങ്ങൾക്കും കൊണ്ടുവന്നു. എന്തായാലും അച്ഛൻ ഞങ്ങളുടെ മാനം കാത്തു. ഇനി കൊണ്ടുവന്നില്ലാന്നൊക്കെ അച്ഛൻ ഞങ്ങൾ ഒന്നും പറയുന്നില്ല കേട്ടോ അച്ഛാ. നിങ്ങളുടെ സന്തോഷമല്ലേ എന്റെ സന്തോഷം. എന്തായാലും നിങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞേക്കണവരുടെ അടുത്തൊക്കെ കൊടുക്ക്. ഇങ്ങനെ നിന്ന് വെറുതെ വർത്താനം പറഞ്ഞ സമയം കളയണ്ട. ചേട്ടൻ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. വാ, ഫുഡ് കഴിക്കാം എല്ലാവർക്കും കൂടി. അത് ശരി അച്ഛാ. വിശന്നിട്ട് പാടില്ല, വേഗം വാ. എന്നാ വേഗം ഫുഡൊക്കെ എടുത്തു വെച്ചോ, ഇപ്പൊ തന്നെ വരാം. ഞാനേ അച്ഛനെ വിളിച്ചിട്ട് വരാം. എന്തായാലും നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഇടി വിടാതിരിക്കട്ടാ. എന്താ പറ്റി? നിന്റെ മുഖം എന്താ തെളിയാത്തെ? എനിക്ക് അമ്മ തന്നതാ ഈ പ്ലേറ്റ്. ഇത് ഞാൻ എടുക്കും. നീ ആ പ്ലേറ്റ് എടുത്തു. നീ ചെറുതല്ലേ, അപ്പൊ നീ ആ പ്ലേറ്റിൽ കഴിച്ചാ മതി. രണ്ടുപേരും കൂടി തുടങ്ങിയാ ഇടി.
അച്ഛൻ ഇന്ന് വഴക്ക് പറയും. പിങ്കി മോളെ നീ എന്തിനിങ്ങനെ ചെയ്യുന്നത്? ഓ തുടങ്ങി രണ്ടാളും കൂടി തുടങ്ങി. എന്ത് ചെയ്യാനാ, അച്ഛൻ വന്നിട്ട് രക്ഷയില്ലല്ലോ. ഇവർ രണ്ടുപേരും കൂടി എന്താ ഇവിടെ കാട്ടി കൂട്ടണത്? എന്തിനാ ഇപ്പൊ നിങ്ങൾ കരയണത്? രണ്ടുപേര് ഇന്ന് കരയണ്ടേ? എന്താ കാര്യം? അമ്മോ എന്തിനാ ഇവർ കരയണത്? അമ്മേ അത് താഴെ പ്ലേറ്റ് വീണ് പൊട്ടി, അതുകൊണ്ടാണ് കരയണത്. എന്റെ ദൈവമേ, പ്ലേറ്റ് പൊട്ടിച്ചാ? ഓ ഇവിടേക്ക് എന്താ ചെയ്യണ്ടേ ഞാൻ? എനിക്ക് വയ്യ. ചേട്ടൻ ഇങ്ങോട്ടേക്ക് വാ, ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തു പറ്റി ഇവിടെ? കരച്ചിലാണല്ലോ. എന്താ തങ്കമണി ഇവർ കരയണെന്തിനാ? എന്തിനാ കരയണെന്നോ? ഒരു കാര്യമില്ലെങ്കിലും വെറുതെ കരയും. ഇപ്പൊ മനസ്സിലായ ചേട്ടൻ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്? രണ്ടെണ്ണം ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കാം. അച്ഛാ ഈ പിങ്കി മോള് പ്ലേറ്റ് തന്നെ താഴെ തള്ളിയിട്ടിട്ട് അവൾ പറയാ ഞാനാ തള്ളിയിട്ടേന്ന്. തള്ളിയിട്ടത് മാത്രമല്ല, പ്ലേറ്റ് പൊട്ടിച്ച്. നീ മിണ്ടാതിരിക്കും തങ്കമണി, ഞാൻ ചോദിക്കട്ടെ എന്താ കാര്യം. അച്ഛൻ ഞാനല്ല അച്ഛാ പ്ലേറ്റ് ഉന്തിട്ട് പൊട്ടിച്ചത്. ഈ പിങ്കി മോളാ. അവൾക്ക് ചെറിയ പ്ലേറ്റ് കിട്ടിയോന്ന് പറഞ്ഞ എന്നെ ഇവിടെ ഇരുന്നപ്പോ തൊട്ട് ചീത്ത പറയണേ അച്ഛാ. ആണോ പിങ്കി? നീ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ ചെറിയ പ്ലേറ്റ് കിട്ടിയിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിയെടുക്കാലോ. വേറെ ഇഷ്ടംപോലെ പ്ലേറ്റ് ഇല്ലേ ഇവിടെ? അച്ഛാ ഞാൻ ഓർത്തതാ മാറ്റണോന്ന്. അപ്പത്തേക്ക് അത് താഴേക്ക് വീണു പോയി അച്ഛാ. അത് ചേച്ചി ഇങ്ങനെ കൈ ചൂണ്ടി നീയാണെന്ന് പറഞ്ഞപ്പോ അത് അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വീണ് പൊട്ടിപ്പോയി അച്ഛാ. ഓ ശരി, ഇനി ഒന്നും അതും ഇതുമെന്നും പറഞ്ഞ് ആകെ വഷളാക്കണ്ട വിഷയം. ഒരു കാര്യം ചെയ്യ് തങ്കമണി, നീ പോയി നല്ലൊരു പ്ലേറ്റ്, വലിയ പ്ലേറ്റ് നോക്കി പിങ്കി മോൾക്ക് എടുത്തുകൊണ്ടൊന്ന് കൊടുക്കുക. അപ്പൊ അവിടെ പ്രശ്നം തീരും. ഇനി മീനൂട്ടിക്ക് അറിയാതിരിക്കുക. അച്ഛനൊന്നും പറയാൻ പോണില്ല. അത് സാരമില്ല, അത് പോട്ടെ. പ്ലേറ്റ് എന്തായാലും പൊട്ടിപ്പോയല്ലോ, ഇനിയിപ്പോ എന്താ പറഞ്ഞിട്ട് കാര്യം? ഓ എന്നാലും എന്തൊക്കെ കള്ളത്തരങ്ങളാ ഇവിടെ നടക്കണേ? അമ്മോ വേണ്ട. ചേച്ചി ഇടയിൽ എന്തൊക്കെയാ പറയണേ? ഇപ്പൊ സന്തോഷായി അച്ഛാ. പ്ലേറ്റ് ഒന്നും പൊട്ടിയെങ്കിൽ എന്താ? അച്ഛന്റെ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പൊ. അച്ഛനെ സോപ്പിട്ട് നിർത്തിക്കോ. ഇനി ഇത് ആവർത്തിച്ച ഇതല്ലായിരിക്കട്ടെ അച്ഛന്റെ സ്വഭാവം. പോട്ടെ തങ്കമണി, പ്രശ്നം വഷളാക്കണ്ട. നീ എന്തായാലും ഒരു പ്ലേറ്റ് വലിയതായി എടുത്ത് ആൾക്ക് കൊടുക്ക്. അച്ഛൻ നമ്മുടെ മുത്താണ്. ഏറ്റവും വലിയ പ്ലേറ്റ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഇതെന്താ അമ്മേ, എനിക്ക് കിടന്ന് കുളിക്കാനാണ് പ്ലേറ്റ്? ഇതെന്ത് വലിയ പ്ലേറ്റാ? നിനക്ക് വലിയ പ്ലേറ്റ് കിട്ടില്ല എന്നല്ലേ പ്രശ്നം? അപ്പൊ ഈ പ്ലേറ്റ് നീ തിന്നാതി ഇനി. ഓ ഇവിടെ പ്രശ്നം വഷളാക്കാൻ വേണ്ടി നടക്കാണ് ഓരോരുത്തർ. പിന്നെ എങ്ങനെയാ? എന്തായാലും സാരമില്ല, ആ പ്ലേറ്റ് ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ എടുത്തോളാം. നീ ഇരിക്കും തങ്കമണി, എന്തായാലും വിശന്നിട്ട് പാടില്ല. ഞാൻ എന്തായാലും കഴിക്കട്ടെ, എനിക്ക് വിശക്കുന്നു. നീ പോയി നോക്ക് തങ്കമണി ആരാന്ന്. അമ്മോ നിന്റെ ക്ലാസ് എന്നാ തുടങ്ങണേ ഇനി? എനിക്ക് നാളെ തന്നെ ക്ലാസ് തുടങ്ങും അച്ഛാ. ആണോ? അപ്പൊ പിങ്കിക്കും നാളെയാണോ തുടങ്ങണത്? അല്ല അച്ഛാ, അവൾക്ക് നാളെയല്ല, അവൾക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. വെറുതെ പറയണയാ. എന്നാലും പിങ്കി നീ ഇത്തിരി കുറുമ്പ് കൂടുതലാണ് കേട്ടോ. അല്ല അച്ഛാ, അച്ഛൻ എന്തിനാ മീശ കളഞ്ഞത്? അച്ഛന് മീശ ഉള്ളതായിരുന്നു നല്ലത്. ആണോ? എന്നാ മീശ വെക്കാം. അതിനെന്താ വെക്കണേന് കുഴപ്പം? അച്ഛന് മീശ ഉള്ളതാണ് ഭംഗി കാണാൻ. എന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ അച്ഛനൊക്കെ മീശയുണ്ട്. ശരിയാണ് അച്ഛാ. ഇവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അച്ഛന്മാർക്ക് മീശയും താടിയൊക്കെ ഉണ്ടോന്ന് അന്വേഷിച്ചെടുക്കല ഇവളുടെ ജോലി. അതാണ് ഇവർക്ക് പഠിക്കാൻ സമയമില്ല അച്ഛാ. തുടങ്ങിയല്ലോ രണ്ടുപേരും കൂടി. വെറുതെ അല്ല അമ്മ പറയണത്. ഒന്നും മിണ്ടാണ്ടിരിക്കും മീനൂട്ടി.